ഏട്ടന് ഇപ്പൊ എങ്ങോട്ടാ പോന്നേന്ന് ചോദിച്ചാല്, പ്രായമൊക്കെ ആയില്ലേ, തലേ കുറെ നരയൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കറുപ്പിക്കാനല്ല ഒന്ന് ചുമപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഹെന്ന ചെയ്യാൻ പോവുകയാണ്. ഇവിടെയൊക്കെ ഓരോ ചുമന്നയല്ല വെളുത്ത മുടികളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ഒന്ന് ചുമപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതാണ് വൃന്ദ. അപ്പൊ ഞാൻ വൃന്ദയ്ക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു, വൃന്ദ എന്റെ കാലിൽ ഫുൾ ഇങ്ങനെ കുഴപ്പമാണ്. അപ്പോഴേ പറഞ്ഞ പുള്ളിക്കാരി കയറി വാ, നമുക്ക് സെറ്റ് ആക്കാം. ഫസ്റ്റ് നമുക്ക് തലയിൽ ഹെന്നയുടെ പാക്ക് ഇടണം, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാലിൽ പെഡിക്യൂറൊക്കെ ചെയ്യണം. ഭയങ്കരമായിട്ട് കോമഡിയൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്തിരിക്കുന്ന ഒരാളാണ്. എന്റെ ഒരു വൈബിന് പറ്റിയ ആൾക്കാരാണ് വൃന്ദയും വൃന്ദയുടെ ടീമും. ചിക്കട്ടിപ്പാരോതി വൃന്ദ ആ ടൈമില് 7 month or 8 month പ്രഗ്നന്റ് ആയിരുന്നു. ഡോക്ടർ റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജോലിക്കൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫ് ഉണ്ട്, പുള്ളിക്കാർ ചെയ്യട്ടെ അങ്ങനെ ഒന്നും കരുതുന്ന ഒരാളല്ല. അത്രയ്ക്ക് വർക്കിനോട് 100% അല്ലെങ്കിൽ ഒരു 200% കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ വൃന്ദ എന്ന് പറയുന്നത് കേട്ടോ. എന്റെ ഹെയറിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നോണ്ട് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന് നല്ല പോലെ പണിപ്പെട്ടിട്ടാണ് ഇതെല്ലാം കൂടെ ചുറ്റിക്കെട്ടി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്രയും നേരം ഞങ്ങൾക്ക് ഒരു ബോറടി ഇല്ലായിരുന്നു കേട്ടോ. എന്റെ ചളിയടി അങ്ങോട്ട് നടക്കുന്നു, അവരുടെ ചളിയടി ഇങ്ങോട്ട് നടക്കുന്നു. ഒരു പാർലറിൽ ചെന്നിരുന്ന് നമ്മളെന്തോ അറിയാത്തവരുടെ ഇടയിൽ ഇരിക്കുന്നതാണൊക്കെ തോന്നിയില്ല. അത് മെയിൻ പരിപാടി തന്നെ തുടങ്ങാൻ പോവാണ്. നമ്മൾ പെഡിക്യൂർ ചെയ്യാൻ പോവുകയാണ്. കാലിന്റെ കോലം ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വലിയ കുഴപ്പമില്ലല്ലോ. അത് ക്യാമറയുടെ ക്ലാരിറ്റി കൊണ്ടാ മക്കളെ. ജീവിതത്തിൽ ആദ്യമായി ചാടിക്കരുത് ഒരാളുടെ കാല് പിടിക്കാൻ പോകുന്നത്. കാലുപിടി നിങ്ങൾക്ക് വേണ്ടത് ഇപ്പൊ നോർമൽ പെഡിക്യൂർ ആണോ, അല്ലെങ്കിൽ സ്പാ പെഡിക്യൂർ ആണോ, ഡീലക്സ് പെഡിക്യൂർ ആണോ, അപ്പൊ നിങ്ങൾക്ക് അത് അവരോട് സംസാരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് നിന്നൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കാലിനൊക്കെ നല്ല അടിപൊളി ഒരു മസാജ് കിട്ടും തന്നെ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അലർജിയോ അല്ലെങ്കിൽ ഇറിറ്റേഷനോ സ്കിൻ ഇച്ചിങ്ങോ അങ്ങനത്തെ സംഭവമൊന്നും വരത്തില്ല. നല്ല ഹൈജീനിക് ആയിട്ട്, നല്ല ക്ലീൻ ആയിട്ട്, നല്ല പ്രീമിയം പ്രോഡക്ട്സ് ഉപയോഗിച്ചാണ് ഇവര് അവരുടെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മസാജിങ് സെഷൻ ആയിരുന്നു. കാലിന് മസാജ് ചെയ്യുമ്പോൾ ഇത്രയും മൈൻഡ് റിലാക്സ് ചെയ്യുമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. മസാജ് കിട്ടിയപ്പോൾ തന്നെ എന്റെ മനസ്സിലൂടെ പോയ കാര്യം എന്ന് പറയുന്നത്, ഏട്ടനെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പറ്റിയിട്ട് ഡെയിലി പെഡിക്യൂറിന്റെ ആ ഒരു മസാജ് ചെയ്യിച്ചാലോ എന്നാണ്. കാരണം ഏട്ടൻ അല്ലാതെ മസാജ് ചെയ്യുമ്പോൾ വല്ല ഞരമ്പും പഠിച്ചാലോ എന്ന് ഞാൻ ഇടയ്ക്കും കരുതാറുണ്ട്. അല്ലേ, ആ വൈറ്റ് ഹെയർസ് ഒക്കെ നല്ല അടിപൊളി ഒരു റെഡ് കളർ ആയിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ അടുത്ത വന്ന ചിന്ത എന്ന് പറയുന്നത് ഹെയർ കളർ ചെയ്യണമെന്നാണ് കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളർ. എനിക്ക് തോന്നുന്നത് ഒരു ബർഗണ്ടി കളറാണെന്ന് തോന്നുന്നു. എനിക്കിനി അടുത്ത് ഹെയർ കളർ ചെയ്യണമെന്നൊരു ആഗ്രഹത്തോടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പൊ എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു. എല്ലാവരും നമ്മുടെ മന്ത്ര വിസിറ്റ് ചെയ്യണം. അടിപൊളി ഓഫേഴ്സ് ഇത് കണക്ക് വീക്ക്ലി മന്ത്ലി ഓഫേഴ്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പൊ നമ്പറൊക്കെ സേവ് ചെയ്തിട്ട് വൃന്ദയെ ഒന്ന് കോൺടാക്ട് ചെയ്ത് വെച്ചേരെ. വെറുതെ അവരുടെ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പം ഞാൻ